ഹലോ ഫ്രണ്ട്സ്, JK സോളാർ പവർ സിസ്റ്റംസിന്റെ മറ്റൊരു പുതിയ ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ. ഇന്നൊരു 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം വിത്ത് മിനിമം പാനൽ സെറ്റപ്പ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് പവർ സപ്ലൈ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ മുൻപ് വീഡിയോകളോട് പരിചയപ്പെടുത്തിയിട്ടുള്ള പോലെ തന്നെ ഒരു 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം, അതുപോലെ അതിന്റെ കൂടെ ഒരു 5 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ബാറ്ററി പാക്കും, ഈ കാണുന്ന രീതിയിൽ 615 വാട്ട്സ് വരുന്ന 4 സോളാർ മോഡ്യൂൾസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 2.5 കിലോവാട്ട് ആണ് ഇവിടെ സോളാർ പാനൽ ഇൻസ്റ്റലേഡ് കപ്പാസിറ്റി കിട്ടുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും, ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഓരോരുത്തരുടെ ഉപയോഗം ഓരോ രീതിയിലാണ്, അതിനനുസരിച്ച് നമുക്ക് ഉപകരണങ്ങൾ ഉപയോഗിക്കാം. KCB സപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്യാതെ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് 8 പാനൽ വരെ കണക്ട് ചെയ്യാം. ഇനി കൂടുതൽ ഉപയോഗമുള്ളവർക്ക് 6 പാനൽ ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെ കൂടുതൽ സ്റ്റോറേജ് വേണ്ട ആൾക്കാരെ സംബന്ധിച്ച് 5 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ബാറ്ററിക്ക് പകരം 10 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ബാറ്ററി വെച്ചിട്ട് 8 പാനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് രാത്രിയും പകലും ഉപയോഗിക്കാം. പകല് 10 യൂണിറ്റും രാത്രി 10 യൂണിറ്റും എന്ന രീതിയിൽ അങ്ങനെ വേർതിരിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ വിശദമായിട്ടുള്ള മറ്റു പല ഇൻസ്റ്റലേഷൻ വീഡിയോകൾ പല സൈറ്റിനനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനലൊന്ന് എടുത്ത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പഴയ മോഡൽ ലെഡ് ആസിഡ് ബാറ്ററികൾ മുതൽ ഇപ്പോഴുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്ക് വിത്ത് സ്മാർട്ട് കമ്മ്യൂണിക്കേഷൻ വരെയുള്ള മോഡലുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിൽ ഏത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ വിസിറ്റ് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. നമ്മൾ ബേസിക് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ടെക്നിക്കൽ കണ്ടന്റ് ഉൾപ്പെടുത്തി എന്നാലും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് കൂടുതലും അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇതിന്റെ സാങ്കേതിക വശങ്ങൾ കൂടുതൽ അറിയേണ്ടവർക്ക് തീർച്ചയായിട്ടും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ്. ഇവിടെ നമ്മൾ 4 സോളാർ മോഡ്യൂൾസ് 615 വാട്ട്സ് കപ്പാസിറ്റി വരുന്ന വാരി സോളാർ ബാൻഡിങ്ങിൽ വരുന്ന ടോപ്കോൺ N ടൈപ്പ് ഗ്ലാസ് ടു ഗ്ലാസ് സോളാർ മോഡ്യൂൾസ് ആണ്, ലേറ്റസ്റ്റ് ടെക്നോളജി മോഡ്യൂൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പാനലിന് ഏകദേശം ഒരു 2.5 യൂണിറ്റ് വരെയൊക്കെയാണ് മാക്സിമം പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അതായത് ഈ 4 പാനലുകളിൽ നമുക്ക് ഏകദേശം ഒരു 10 യൂണിറ്റ് ഒക്കെ പ്രൊഡക്ഷൻ ഡെയിലി കിട്ടാനുള്ള കപ്പാസിറ്റി ഈ പാനലുണ്ട്. പക്ഷേ നമ്മുടെ സിസ്റ്റം ഓഫ് ഗ്രിഡ് ആണെന്നുള്ള കാര്യം അറിയാം. നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെ ഉപയോഗം അനുസരിച്ചാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഇരിക്കുന്നത്. നമ്മൾ മുൻപ് പല വീഡിയോകളോടെയും ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലൊരു 10 യൂണിറ്റ് വരെ സിസ്റ്റത്തിൽ നിന്ന് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ വീട്ടിൽ പകൽ സമയത്ത് വെയിലുള്ള സമയങ്ങളിൽ മാക്സിമം വാഷിംഗ് മെഷീനുകൾ, പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം വീട്ടിൽ പവർ സപ്ലൈ ഉണ്ടാവും. നമുക്കറിയാം ഇപ്പോൾ ഈ മുന്നോട്ടൊക്കെ വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ വൈദ്യുതി പ്രതിസന്ധിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് KCB സപ്ലൈനെ ആശ്രയിക്കാതെ പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സിസ്റ്റത്തിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് നല്ല രീതിയിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏകദേശം ഒരു 10 യൂണിറ്റ് നമ്മൾ KCBനെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കറണ്ട് ബില്ല് എപ്പോഴും ഒരു മിനിമം രീതിയിൽ നിൽക്കും. പിന്നെ നമുക്ക് ഫുൾ ടൈം വീട്ടിൽ പവർ സപ്ലൈ ഉണ്ടായിരിക്കും. പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ്, അതായത് ഒരു 220-230 വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഇല്ലാതെ എപ്പോഴും നല്ല കോൺസ്റ്റന്റ് വോൾട്ടേജിൽ സപ്ലൈ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഏറ്റവും പ്രീമിയം ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്റ്റലേഷൻ ആണ്. ഇവിടെ നമ്മൾ ആശാ പവറിന്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു 5 kV ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വാൾ മൗണ്ട് ആയിട്ട് വരുന്ന ലിഥിയം ബാറ്ററി പാക്ക്, ഒരു 5 വർഷം മുതൽ മുകളിലോട്ട് വാറണ്ടിയുള്ള പാക്കുകൾ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 6000 ചാർജിങ് സൈക്കിൾസ് വരെയൊക്കെ നമുക്ക് ബാറ്ററിക്ക് കമ്പനികൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ഈ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ വളരെ ഉയരത്തിൽ ഒരു വാപ്പയുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് മുകളിലേക്ക് കയറാനുള്ള ലാഡർ സപ്പോർട്ടോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് പല ലെയറുകളായിട്ട് കിടക്കുന്ന ഒരു വീടിൻ്റെ റൂഫ് ടോപ്പ് ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ മാക്സിമം സോളാർ റേഡിയേഷൻ അവൈലബിൾ ആകുന്ന രീതിയിൽ നമ്മൾ ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പാനലുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം സോളാർ റേഡിയേഷൻ, മാക്സിമം സോളാർ സൺലൈറ്റ് നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ എൻഷുർ ചെയ്ത് വേണം നമ്മൾ ഇൻസ്റ്റലേഷൻസ് എപ്പോഴും പൂർത്തിയാക്കാനായിട്ട്. ആവറേജ് വെയിലുള്ള ദിവസങ്ങളിൽ ഒരു 6 യൂണിറ്റിന് മുകളിലൊക്കെ പ്രൊഡക്ഷൻ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. മാക്സിമം ഇതിൽ നമുക്കൊരു 10 മുതൽ 12 യൂണിറ്റ് വരെയൊക്കെ പ്രൊഡക്ഷൻ സാധ്യമാകുന്നതാണ്. എങ്കിലും ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മുടെ യൂസേജ് പാറ്റേൺ അനുസരിച്ച് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങൾ നമുക്ക് താഴെ ഇൻവെർട്ടർ ബാറ്ററി സെറ്റപ്പ് ചെയ്തിരിക്കുന്ന പോർഷനിലേക്ക് പോയ ശേഷം കാണാം. 5 യൂണിറ്റ് സ്റ്റോറേജ് വരുന്ന ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്കും ആശാ പവറിന്റെ പ്രീമിയം ഓഫ് ഗ്രിഡ് 5 kV ഇൻവെർട്ടറുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മുൻപ് നമ്മൾ പല വീഡിയോകളോട് പരിചയപ്പെടുത്തിയിട്ടുള്ള ആശാ പവറിന്റെ ഫുൾ കോപ്പർ ട്രാൻസ്ഫോമർ വരുന്ന ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറാണ്. ഇവിടെ ഈസ്റ്റ്മാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന 5 യൂണിറ്റ് സ്റ്റോറേജ് വരുന്ന ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. KCB സപ്ലൈനെ ആശ്രയിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ വേണമെന്നുള്ളവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. KCB ലൈൻ സപ്ലൈ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്ത് ഉപകരണങ്ങൾ പൂർണ്ണമായിട്ടും ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നിലവിൽ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ 615 വാട്ട്സിന്റെ ടോപ്കോൺ ബൈഫേഷ്യൽ 4 സോളാർ മോഡ്യൂൾസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം 2500 വാട്ടോളം കണക്റ്റഡ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. പകൽ സമയങ്ങളിൽ ബാറ്ററി ചാർജ് ചെയ്ത ശേഷം ബാക്കിയുള്ള പ്രൊഡക്ഷൻ ലോഡ് ഉപയോഗങ്ങളിലേക്ക് മാറ്റാവുന്നതാണ്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറുകളിൽ ഏറ്റവും എഫിഷ്യൻസി ഉള്ള ഒരു മോഡലാണ് ആശാ പവറിന്റെ റോവർ എന്ന് പറയുന്ന ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ മോഡലുകൾ. ഇതിന്റെ 2.5, 3, 5 അങ്ങനെയുള്ള എല്ലാ മോഡലുകളും നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള പല വർക്കുകളുടെയും വീഡിയോസ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. 51.2 വോൾട്ട് 100 H ലിഥിയം ബാറ്ററി പാക്ക് ആണ്. ഇതിൽ നമുക്ക് 5 യൂണിറ്റ് വരെ
വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ പഴയ വീഡിയോസ് എടുത്ത് കാണുകയോ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് വീട്ടിൽ കറണ്ട് ബില്ല് പൂർണ്ണമായിട്ട് ഒരു 90% നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. കൂടാതെ വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ ഉണ്ടായിരിക്കും. കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്ന 1 HP പമ്പുകൾ, അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറുകൾ, അതുപോലെ കെറ്റിൽ, അങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ തന്നെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 5 kV ആകുമ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും നമുക്ക് അറ്റ് എ ടൈം കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിന് തടസ്സം ഉണ്ടാകത്തില്ല. മുൻപോട്ട് വരുന്ന KSEB റെഗുലേഷൻസിനൊക്കെ മറികടക്കാനായിട്ട് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് നമ്മളെ സഹായിക്കും. ഇത് 3 kV മുതൽ സിസ്റ്റംസ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെ ഉപകരണങ്ങൾ 80% മുതൽ 100% വരെ എല്ലാം തന്നെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 4000 വാട്ട്സ് വരെയൊക്കെ സ്മൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഇൻവെർട്ടർ മോഡലാണിത്. അതുപോലെ തന്നെ നമുക്ക് 5 യൂണിറ്റ് സ്റ്റോറേജ് വരുന്ന ലിഥിയം ഫെറോഹോസൈഡ് ബാറ്ററി പാക്ക് ഉണ്ട്. 4 യൂണിറ്റ് മേലെ വരെയൊക്കെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി കൂടുതൽ ബാക്കപ്പ് വേണമെന്നുള്ളവർക്ക് ഇത്തരത്തിലുള്ള 2 ബാറ്ററി പാക്കുകൾ പാരൽ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് കൂടുതൽ പാനലുകൾ കണക്ട് ചെയ്യാൻ സാധിക്കും. 5500 വാട്ട് വരെയൊക്കെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള മോഡലാണ് ഈ 5 kV ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ. വീട്ടിൽ ഫുൾ ടൈം കോൺസ്റ്റന്റ് വോൾട്ടേജിലുള്ള ഒരു പവർ സപ്ലൈ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ല, ഒരു 230 വോൾട്ടിൽ എപ്പോഴും നമുക്ക് സപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് യൂസ് ചെയ്യാം, നമുക്കൊരു പവർ ഫ്രീഡം ഉണ്ടാവുക എന്നൊക്കെയുള്ളതാണ് ഇത്തരത്തിലുള്ള സിസ്റ്റംസിന്റെ അഡ്വാൻറ്റേജ്. ഇതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കുക. അതുപോലെ തന്നെ സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ കണ്ടന്റ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പഴയ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 വർഷമായിട്ട് നമ്മുടെ ചാനലിൽ മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള ഇൻസ്റ്റലേഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ JK സോളാറിൻ്റെ ഒരു ലൈവ് ഷോറൂം ചേർപ്പുങ്കൽ ഭാഗത്ത് കോട്ടയം ജില്ലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഇൻവെർട്ടറുകൾ മുതൽ ചെറിയ ലിഥിയം ബാറ്ററികൾ മുതൽ 5 kWh ബാറ്ററി സ്റ്റോറേജ് വരെയുള്ള ബാറ്ററി പാക്കുകളൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാനും അത് തിരഞ്ഞെടുക്കാനും നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന രീതിയിൽ അവിടെ നമ്മൾ സോളാറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്സസറീസ്, ടൂൾസ്, ഹാർഡ്വെയർസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഷോറൂം ഒന്ന് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു സോളാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സോളാർ റിലേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.